Welcome to Seychelles. യാത്രകളുടെ അതിരുകളിലെ ലോകത്തേക്ക് എല്ലാവർക്കും സുസ്വാഗതം. Welcome to Beyond Borders with Sandra. ആൻഡ് മാരിയൻ. Thank you. മാരിയൻ ആരാണെന്നും ഞങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ള സ്റ്റോറിയൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. നിങ്ങളത് പെട്ടെന്ന് കണ്ടിട്ട് വരുമ്പോഴേക്കും ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നും എന്തുകൊണ്ട് പോകുന്നു എന്നുള്ള സ്റ്റോറിയൊക്കെ അതിനുശേഷം നിങ്ങളോട് പറയുന്നതായിരിക്കും. അഗെയിൻ വെൽക്കം ടു ബിയോണ്ട് ബോർഡേഴ്സ്. അങ്ങനെ വീണ്ടും കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് വന്നെത്തിയിരിക്കുകയാണ്. ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങി. കുടുംബത്തെ മിസ് ചെയ്യും. ഇതൊരു നീണ്ട യാത്രയാണ്. 5-6 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ്. സ്വാഭാവികമായിട്ട് അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ ഞാൻ അവരുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇതൊരു ഇത്രയും ഒന്നിച്ച് പേർക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ ഒത്തിരി കറങ്ങി തിരിഞ്ഞുള്ള യാത്രയാണ്. അപ്പോൾ മക്കളുടെ ഹെൽത്തും അങ്ങനെയൊക്കെ ഉള്ളവർത്തപ്പം അവർ പറഞ്ഞു നമുക്ക് വേറൊരു യാത്ര ഒന്നിച്ച് ചെയ്യാം. ഇപ്രാവശ്യം ഞാൻ എൻ്റെ ഒരു കൊളീഗിൻ്റെ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. മാരിയൻ എന്നാണ് പേര്. പുള്ളിക്കാരിക്ക് കുറേ സ്വപ്നങ്ങൾ ഇന്ത്യ കാണണം എന്നുള്ള എൻ്റെ യാത്രകൾ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ഫാമിലി സുഹൃത്താണ്. അപ്പം ഇന്ത്യ വരണമെന്നും ഇന്ത്യ കാണണമെന്നും ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പം പുള്ളിക്കാരിയുടെ കുറേ വിഷ് ലിസ്റ്റ് ഉണ്ട്. അതൊക്കെ ചെയ്യണം, ഇന്ത്യയിൽ വന്ന് ചെയ്യണം. അത് മാത്രമല്ല, ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ഞങ്ങൾ സീഷെൽസ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് കൺട്രി വിസിറ്റ് ചെയ്യുകയാണ്. അവിടെ പോയതിന് ശേഷം ആണ് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഇപ്പോൾ കേപ്പ് ടൗണിൽ നിന്നാണ് തുടങ്ങുന്നത്. കേപ്പ് ടൗണിൽ നിന്ന് തുടങ്ങി നൈറോബിയിൽ പോയി കെനിയൻ എയർലൈൻസിന് ഫ്ലൈ ചെയ്ത് നൈറോബിയിൽ നിന്ന് സീഷെൽസ് എന്ന് പറയുന്ന ഐലൻഡിൽ പോയി അവിടുത്തെ ഐലൻഡുകളെല്ലാം ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷം തിരിച്ച് നൈറോബിയിൽ തന്നെ വന്ന് മുംബൈ വന്ന് അവിടുന്ന് ഒരു ഇന്ത്യ ദർശനം തന്നെ നടത്തി. എനിക്ക് ഇന്ത്യയിൽ താജ്മഹലൊക്കെ കാണിച്ച് പിന്നെ നമ്മുടെ നാട് നല്ലൊരു ലോങ് ജേണിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് യാത്ര തുടങ്ങുമല്ലേ? അങ്ങനെ ഞങ്ങളുടെ ലഞ്ച് ടൈമായി. ഞങ്ങൾക്ക് ബീഫാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾ രണ്ടുപേരും ബീഫൊക്കെ എടുത്ത് വെച്ച് മെല്ലെ കഴിച്ച് നല്ല വിശപ്പുണ്ടപ്പോൾ അത് കഴിച്ച് മെല്ലെ മുന്നോട്ട് പോകാം. ഞങ്ങൾ നൈറോബിക്ക് ഹെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ. വെരി ഗുഡ് മോർണിംഗ്. ഇറ്റ്സ് ഡേ 2 ആണ്. ഞങ്ങൾക്ക് ഇന്നലെ ഞങ്ങൾ മാഹിമിൽ എത്തേണ്ടതാണ്. പക്ഷേ മാഹിം എന്ന് പറഞ്ഞാൽ സീഷെൽസിൻ്റെ ക്യാപിറ്റലിൽ എത്തേണ്ടതാണ്. പക്ഷേ എത്താൻ പറ്റിയില്ല. കെനിയൻ എയർലൈൻസിനായിരുന്നു ഞങ്ങൾക്ക് കണക്ഷൻ നൈറോബിയിൽ നിന്ന്. അത് ക്യാൻസലായി. അപ്പോൾ അവർ നാച്ചുറലി ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റേ തന്നായിരുന്നു. ഇവിടെ ആ സ്റ്റേയിലാണ് നിന്നത്. സ്റ്റേ ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് വളരെ വിഷമമുണ്ടാക്കുന്ന സംഭവമാണ് ഈ പറയുന്ന പോലെ നമ്മുടെ ഫ്ലൈറ്റ് മിസ്സായി പോകാന്നുള്ളത്. അപ്പം നമ്മൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കുവാണ് രാവിലെ. എന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് കെനിയ ആയതുകൊണ്ട് തന്നെ ഡിഷസൊക്കെ ഒത്തിരി ഇന്ത്യൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് നട്ട്സൊക്കെ എടുക്കാം. നമ്മുടെ കുറച്ച് സ്പൈസി നട്ട്സ്, സ്വീറ്റ് പൊട്ടറ്റോ, സ്മാഷ് പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ, ആ റേഞ്ചൊക്കെ വരുന്നുണ്ട്. മോർണിംഗ് this is some veggies are there and sausage and mushroom and some bacon there. മാരിയന് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്തതാണ് മസാല ദോശ കഴിപ്പിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. മൈ ഓംലെറ്റ് ലൈക്ക് ആഫ്രിക്കൻ ഓംലെറ്റ്. റിക്വസ്റ്റ് ഫോർ ആഫ്രിക്കൻ ഓംലെറ്റ്. അങ്ങനെ ഞങ്ങളുടെ ഡേ 2ൻ്റെ ബ്രേക്ക്ഫാസ്റ്റോടുകൂടി ഇന്നത്തെ ദിവസം തുടങ്ങുകയാണ്. ഒരു മിൻറ്റ് ജ്യൂസും ഒരു ഫ്രഷ് ഓറഞ്ച് ജ്യൂസും എടുത്തു. Are you all excited, Marian? Yes, I am very much. Second day, lot of flights, eh? Yes. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഇവിടെയായിരുന്നു സ്റ്റേ ചെയ്തത്. Marian, good morning. Good morning. Did you sleep well? Very well, thank you. Okay. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടി കാണുമായിരിക്കും ഞങ്ങളുടെ യാത്ര എങ്ങോട്ടാണെന്നും എന്തുകൊണ്ട് പോകുന്നു എന്നുള്ള ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. പക്ഷേ ഇപ്പോൾ ഞാനുള്ള സംസാരിക്കുന്നത് കെനിയയിലാണ്. ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ കെനിയയിൽ നിന്ന് സീഷെൽസിലേക്കുള്ള ഫ്ലൈറ്റ് കണക്ട് ചെയ്ത് സീഷെൽസിൽ എത്തേണ്ടതായിരുന്നു. മാഹിം എന്ന് പറയുന്ന ക്യാപിറ്റൽ സിറ്റിയിൽ എത്തേണ്ടതായിരുന്നു. പക്ഷേ അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കെനിയൻ എയർലൈൻസിൻ്റെ സെക്കൻഡ് ഫ്ലൈറ്റ് അവർ ക്യാൻസൽ ചെയ്തു. നാച്ചുറലി ഞങ്ങൾക്ക് ഈ ഹോട്ടലിൽ സ്റ്റേ തന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നു. ഇന്നലെ ഇവിടെ നൈറ്റിൽ സ്പെൻഡ് ചെയ്തു. അധികം സമയമില്ലായിരുന്നു. ഇപ്പോൾ രാവിലെ 9 മണി സമയമാണ്. ഞങ്ങൾ പാക്ക് ചെയ്യുകയാണ്. പുള്ളിക്കാരി എല്ലാം പാക്ക് ചെയ്തു. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ അടുത്ത ഫ്ലൈറ്റ് എടുക്കാൻ പോവുകയാണ്. 4 മണിക്കൂർ ഫ്ലൈറ്റാണ് നൈറോബി ടു സീഷെൽസിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടായ മാഹിമിലേക്ക്. അത് കെനിയൻ എയർലൈൻസിൽ തന്നെയാണ് പോകുന്നത്. ഞങ്ങൾക്കൊരു ഡേ മിസ്സായി. എന്നിരുന്നാൽ പോലും ഐ ആം സൂപ്പർ എക്സൈറ്റഡ്. ഇതൊരു വലിയ ജേണിയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ത്രൂ ഔട്ട് ഈ ജേണിയിൽ വേണം. ഈ ജേണിക്ക് കുറച്ച് പർപ്പസ് ഉണ്ട്. അതൊക്കെ ഞാനിപ്പോൾ പറയാം. ആദ്യം ഞങ്ങൾ സീഷെൽസ് എക്സ്പ്ലോർ ചെയ്യുകയാണ്. ഇതൊരു 1.5 മാസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. അതിനുശേഷം ഇന്ത്യയിലെ പല ടൗണൊക്കെ കടന്ന്
ഞാൻ ഇന്ത്യയിൽ നിന്ന് ബിയോണ്ട് ബോർഡേഴ്സിനോടൊപ്പം ഇന്ത്യയിൽ നിന്ന് ഗസ്റ്റിനെ സൗത്ത് ആഫ്രിക്കൻ സൈഡിൽ അല്ലെങ്കിൽ ആഫ്രിക്കൻ സൈഡിൽ ഹോസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതാദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഒരു കൊളീഗിനെ ഇന്ത്യയിലോട്ട് എടുക്കുന്നത് കൊണ്ടുപോകുന്നത്. പുള്ളിക്കാരി എൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്നതേ ഉള്ളൂ. എനിക്ക് ഫ്യൂച്ചറിൽ അങ്ങനെ എനിക്കിഷ്ടമാണ് നമ്മുടെ നാട്ടിനെക്കുറിച്ചും നമ്മുടെ കേരളത്തെക്കുറിച്ചും ഒക്കെ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ കേരളത്തെക്കുറിച്ച് മാത്രമല്ല, ഈ പ്രാവശ്യം നോർത്തിലും ഞാൻ യാത്ര ചെയ്യുന്നുണ്ട്. ബോംബെ, ഡൽഹി, ആഗ്ര, ദെൻ കേരള, കർണാടക എല്ലാം കൂടി ഒരു വലിയ ജേണിയാണ് വരുന്നത്. അപ്പോൾ എപ്പിസോഡ് ബൈ എപ്പിസോഡ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. ഞാൻ അവളുമായിട്ട് ചോദിച്ചു നോക്കാം എന്താണ് അവളുടെ എക്സ്പെക്റ്റേഷൻ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനത് നിങ്ങളോട് പറയാം. അപ്പോൾ ഒരിക്കൽ കൂടി ഇതാണ് ഹോട്ടലിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോൾ കാണുന്ന വ്യൂ. താഴോട്ട് നോക്കുമ്പോൾ ടിപ്പിക്കൽ കെനിയൻ ടെറൈൻ. യു ക്യാൻ സി കെനിയ നമുക്ക് കാണാം ലോങ് ഓപ്പൺ ആയിട്ടുള്ള ലാൻഡാണ്. അത് അതുകൊണ്ടാണ് മസായിമാരയിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ലോങ് സ്ട്രെച്ചിൽ നമുക്ക് ആനിമൽസിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നത്. അതിനുശേഷം നമ്മൾ നിന്ന് സ്റ്റേ ചെയ്ത ഹോട്ടലിന് തൊട്ട് താഴെ നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നത് എന്നാന്ന് ചോദിച്ചാൽ മഹേന്ദ്രയുടെയും അതിന് തൊട്ടടുത്ത് തന്നെ അശോക ലൈലാൻഡിൻ്റെയും പിന്നെ ഷോറൂമുകളാണ്. അപ്പോൾ ഇതിന് തൊട്ട് താഴെ കാണുന്നത് കെനിയയിലെ സദേൺ ബൈപ്പാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മെയിൻ റോഡ് പോലെയുള്ള നെയ്റോബി ടൗണിലൂടെയുള്ള ഒരു ഹൈവേ ആണ്. ലാസ്റ്റ് ഇത് ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ കെനിയയിൽ വരുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുന്ന് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്നാന്ന് ചോദിച്ചാൽ, ഇപ്പം നമുക്ക് റോഡ് നോക്കിയാലെന്ന് അറിയാം എക്സ്പ്രസ് ഹൈവേയിൽ വണ്ടികളില്ല. പക്ഷേ അതിൻ്റെ നമ്മുടെ സൈഡ് റോഡുകളുണ്ടല്ലോ, അതായത് പേ ചെയ്യാതെ യൂസ് ചെയ്യുന്ന സൈഡ് റോഡിലാണ് വണ്ടികളെല്ലാം മൂവ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇത് ചൈനീസ് ബിൽഡ് ചെയ്ത റോഡാണ്. അപ്പോൾ അവർ അതിന് നല്ല സൂപ്പർ ടാക്സ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ അത്രയും ടാക്സ് കൊടുത്ത് ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇതുകൊണ്ട് ട്രക്കുകൾ, ഈവൻ നിങ്ങൾക്ക് കാണാം ട്രക്കുകൾ പോലും എക്സ്പ്രസ് ഹൈവേ കൂടെ പോവാതെ ബ്ലോക്ക് പിടിച്ച് താഴ്ത്ത് അത്രയും വലിയൊരു ടാക്സാണ് ഇതിൻ്റെ അകത്ത് അവർ ആഡ് ചെയ്തേക്കുന്നത്. അതാണ് കെനിയെന്ന് കാണാൻ പറ്റിയത്. ഞങ്ങൾക്ക് 9 മണിയാകുമ്പോഴേക്ക് എത്തണം. അപ്പോൾ പുള്ളിക്കാരി ജസ്റ്റ് ഗെറ്റ് റെഡി ആവുകയാണ്. ഇനിയുള്ള ജേണിയിൽ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും ത്രൂ ഔട്ട്. ഞാൻ പുള്ളിക്കാരിനെ ലുക്ക് ആഫ്റ്റർ ചെയ്യണം. 10-12 വർഷമായിട്ട് ലാസ്റ്റ് ഫാമിലി ഫ്രണ്ട്സാണ്. അതുകൊണ്ട് കുറച്ചൊക്കെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. പക്ഷേ നമ്മളെപ്പോഴും പറയുന്ന പോലെ ഒരാളെ നന്നായിട്ട് അടുത്തറിയണമെങ്കിൽ അവരോട് ട്രാവൽ ചെയ്യണമെന്നല്ലേ. അപ്പോൾ ഞങ്ങൾ തമ്മിൽ എങ്ങനെ ഇത് മാനേജ് ചെയ്യും എന്നൊക്കെ ഉള്ളത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും. മാരിയൻ? Yes, the beaches obviously. Oh, okay. Yeah. I'm just looking forward to the beaches. Okay. And then after that, we actually want to end up India, Taj Mahal for my 50th birthday. So, Taj Mahal, then where you want to eat all the curries and masala dosa? I want to end up eventually in Kerala. We're going for a mission. Oh, yes. Yeah. Yes, I'm going to. Okay, I'll tell you guys later. Yes. അതെ. Of course, നമുക്ക് ഈ രാജ്യങ്ങളെല്ലാം കാണണം. അതോടൊപ്പം തന്നെ മാരിന് ഒത്തിരി നമ്മുടെ കേരളയായിട്ട് കണക്ഷൻ ഉണ്ട്. ഞാൻ പുള്ളിക്കാരി ദുബായിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മല്ലൂസിനെയൊക്കെ അറിയാം, നമ്മുടെ ഫുഡുകളൊക്കെ അറിയാം. അപ്പോൾ പുള്ളിക്കാരിക്ക് അതൊക്കെ കഴിക്കണം എന്നൊക്കെ ആഗ്രഹവും അങ്ങനെയൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ വേറെയും ചില കാര്യങ്ങളുണ്ട്. ഞങ്ങളൊരു എന്താ പറയുക, ചില രഹസ്യങ്ങൾ തേടിയുള്ളൊരു യാത്രയിലാണ്. കുറച്ച് പേരെയൊക്കെ ഞങ്ങൾക്ക് കണ്ടെത്താനുണ്ട്. അത് കേരളത്തിൽ ഞങ്ങൾ കണ്ടെത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പം ഇതാണ് കെനിയയിൽ നിന്നുള്ള വാർത്ത. ഇനി നമുക്ക് സീഷെൽസിൽ കാണാം. ഓൺ ദ വേ വി ആർ ടേക്കിംഗ് കെനിയൻ ഫ്ലൈറ്റ് എടുക്കുകയാണ്. ബ്യൂട്ടിഫുൾ ബീച്ചസ്. സീഷെൽസിനെ കുറിച്ച് ഞാൻ ഇപ്പോഴേ പറയുന്നില്ല. വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ഐലൻഡ്. ഇത് ഇന്ത്യൻ ഓഷനിലുള്ള ഒരു ഐലൻഡാണ്. അവിടുത്തെ പോപ്പുലേഷൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തുടർന്നുള്ള വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അവിടുത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചസും. സൂപ്പർ എക്സൈറ്റഡ് ആൻഡ് ഷീ ഈസ് ഓൾസോ എക്സൈറ്റഡ്. സോ വിൽ സീ യു അഗെയിൻ ഇൻ സീഷെൽസ്. Heading to Seychelles. അപ്പം കെനിയയിലെ സ്റ്റേ ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ ഞങ്ങളുടെ പ്ലാനിങ് ഒന്നും നടക്കാത്തതിൻ്റെ വിഷമമുണ്ട്. അത് ഇപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലേക്കുള്ള ട്രാൻസിറ്റിലാണ്. അവർ തന്ന വണ്ടിയാണ്. നമ്മുടെ ഇന്ത്യയുടെ കുറേ സാദൃശ്യങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ അവളോട് ഫ്രണ്ട്ലി ആയിട്ട് പറയുമായിരുന്നു, ഞാൻ ഇന്ത്യയിലേക്കുള്ള പ്രിപ്പറേഷനിലാണ്, കെനിയയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ കാണുന്ന വണ്ടികളൊക്കെ എയർപോർട്ടിൽ നമ്മുടെ നോർമലായിട്ട് എയർപോർട്ട് ട്രാൻസ്പോർട്ടിന് ഉപയോഗിക്കുന്ന വണ്ടിയൊന്നുമല്ല. നാട്ടിലെ പോലെ നമ്മുടെ ടാറ്റയുടെയും ലൈലാൻഡിൻ്റെയൊക്കെ വണ്ടിയിൽ ആളെ കയറ്റുക, അങ്ങോട്ട് കൊണ്ടുപോകുക, ഇങ്ങോട്ട് കൊണ്ടുപോകും. ഒത്തിരി പേര് ക്യാൻസലായിട്ട് ഇതുപോലെ ഈ ഹോട്ടലിൽ നിൽക്കുന്നതായിട്ട് കാണാം. അപ്പം ഞാൻ കെനിയൻ എയർവേയ്സ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യൂല. അതാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസ്. അവർ നമ്മുടെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് വരും. നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ നടന്നൊന്നും വരികയില്ല. Finally Finally. heading to Seychelles, after all the battles.
അങ്ങനെ ഞങ്ങൾ ഫൈനലി സീഷൽസിനേക്ക് ലക്ഷ്യമാക്കി പോവാണ്. ഹലോ ഫ്രണ്ട്. Hello. See? There's stuff falling down here. പുള്ളിക്കാരി എന്തോ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നുണ്ട്. കെനിയൻ എയർവേസ് ഇച്ചിരി ശോകമാണ്, പറയാതിരിക്കാൻ പറ്റില്ല. എക്സ്പീരിയൻസ് ഞങ്ങളുടെ ഒരു ദിവസം അവർ കളഞ്ഞു. അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക, മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊക്കെയാണ് ട്രാവലിങ്ങിൻ്റെ ഒരു ചലഞ്ച്. അതിപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു ഫോറിൻ നാഷണലായിട്ടുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാകും. മലയാളത്തിൽ നമുക്ക് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും നമ്മുടെ ഫ്രസ്ട്രേഷൻ തീർക്കാം. പക്ഷേ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. ഞങ്ങൾ ഞാനാണെങ്കിലും ഒക്കെയാണ്, പുള്ളിക്കാരി കൂളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഫ്ലൈറ്റിൽ ഒരു മനുഷ്യനില്ല. Are you all set ready? എനിക്ക് തോന്നുന്നത് ഇതാണ്, ഇവർ ഇന്നലത്തെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തതിൻ്റെ കാരണം ഇത് തന്നെയാണ്. ഒട്ടും ട്രാവലേഴ്സ് ഇല്ല. ഒത്തിരി മെയിൻ ഫ്ലൈറ്റ്സുകൾ അങ്ങോട്ട് ഫ്ലൈ ചെയ്യുന്നുണ്ട്. ഇവൻ ഇത്തിഹാദ് ഉണ്ട്, ഖത്തർ എയർവേസ് ഉണ്ട്, എമിറേറ്റ്സ് ഉണ്ട്, എത്യോപ്യൻ ഉണ്ട്. ദേ ആർ ദ ലീഡേഴ്സ്. ഇഫ് യു ആർ പ്ലാനിങ് ടു, നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഏതെങ്കിലും മേജർ ഓപ്പറേറ്ററുടെ ടിക്കറ്റ് എടുക്കുകയാണോ നല്ലത്. കെനിയൻ എയർവേസ് അതിൻ്റെ അകത്ത് പെടുന്നില്ല, അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ആവാതിരിക്കാനും നമ്മുടെ അവിടുത്തെ ഷെഡ്യൂളിങ് നമ്മൾ വിചാരിച്ച പോലെ പോകാനും ഏറ്റവും നല്ലത് ഇച്ചിരി കൂടി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആരുടെയും സർവീസ് എടുക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ഹെഡ് ചെയ്യുന്നു ആഫ്രിക്കയിലെ ഏറ്റവും വൺ ഓഫ് ദ സ്മോളസ്റ്റ് കൺട്രി ആൻഡ് വൺ ഓഫ് ദ റിച്ചസ്റ്റ് കൺട്രി, പിന്നെ ഐലൻഡുകളുടെ ഒരു സമൂഹം, അങ്ങനെയുള്ള സീഷൽസിലേക്ക് യാത്ര. ബ്യൂട്ടിഫുൾ ബീച്ചസ്, ഹണിമൂൺ കപ്പിൾസിൻ്റെ പാരഡൈസ്. തായ്ലൻഡും മലേഷ്യയ്ക്കും ശേഷം മലയാളികൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണോ നമുക്ക് സീഷൽസ് ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് മിനിമം ടൈമിന് നമ്മളെ പോലെയുള്ള ഇന്ത്യൻ ട്രാവലേഴ്സിന് സീഷൽസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഈ മെയിനായിട്ടും ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസം നഷ്ടപ്പെട്ടെങ്കിൽ പോലും ഞാൻ 3 ഐലൻഡിലും പോയി അവിടുത്തെ എല്ലാ കാര്യങ്ങളും കാണിച്ച് മെയിൻ എല്ലാ കാഴ്ചകളും കാണിച്ചിട്ടേ ഈ വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. അപ്പം ഇത് നിങ്ങൾക്ക് ആരെങ്കിലും സീഷൽസ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഇത് ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് കാണാം സീഷൽസിൻ്റെ മനോഹര തീരങ്ങളിൽ വിത്ത് ബിയോണ്ട് ബോർഡേഴ്സ്. ഓക്കെ, ഞാൻ ഫിഷ് മെനു ആണ് പറഞ്ഞത്. നോക്കാമല്ലോ എന്താണ് ഫിഷ് മെനു. ഇന്നലെ ബീഫ് പറഞ്ഞിട്ട് അത്ര വലിയ മെച്ചമില്ലായിരുന്നു. ഫിഷ് വിത്ത് റൈസാണ് പറഞ്ഞത്. അതർവൈസ് ഹോട്ടലിലെ ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു, കുഴപ്പമില്ല. ബിക്കോസ് ലോങ് ഫ്ലൈറ്റാണ്, ഒരു 4 മണിക്കൂറുള്ള ഫ്ലൈറ്റാണ്. അതുകൊണ്ട് ഫ്ലൈറ്റ് ഫ്രീ ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഫ്രീ ആയിട്ടിരുന്ന് നല്ല ഗ്യാപ്പൊക്കെ എൻജോയ് ചെയ്ത് കഴിക്കുകയാണ്. പുറത്തെ ആംബിയൻസ് ഇതാണ്. അങ്ങനെ ഇന്നലത്തെ ക്ഷീണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കണ്ണടച്ച് തുറന്നപ്പോഴേക്കും ഒരു 3 മണിക്കൂർ കഴിഞ്ഞത് അറിഞ്ഞില്ല. നോക്കുമ്പോഴേക്കും തൊട്ട് താഴെ നമ്മുടെ ബ്യൂട്ടിഫുൾ സീഷൽസ് ഐലൻഡിൻ്റെ ഓരോ ദ്വീപ് സമൂഹത്തിലെ ഓരോ മെയിൻ ദ്വീപുകളൊക്കെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. കടലിൽ ഉയർന്നു നിൽക്കുന്ന നല്ല മലകൾ അടങ്ങുന്ന ഒരു ദ്വീപ് സമൂഹമാണ്. ബാക്കിയുള്ള ദ്വീപുകളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്, നമ്മൾ സാധാരണ കാണുന്ന ദ്വീപുകളല്ലെങ്കിൽ ഒന്നെങ്കിൽ കോറൽ ഐലൻഡ്സ് അല്ലെങ്കിൽ വോൾക്കാനിക് ഐലൻഡ്സുകളായിരിക്കും. പക്ഷേ ഇവിടെ തന്നെ ഇതിന് വ്യത്യസ്തമാക്കുന്നത് ഗ്രാനൈറ്റ് സ്റ്റോണുകളോട്, അത് വലിയ പാറകളോട് കൂടിയ നല്ല ഉയർന്നു നിൽക്കുന്ന കുഞ്ഞു മലകളുള്ള ഐലൻഡായിട്ടാണ് നമുക്ക് സീഷൽസ്. അതുകൊണ്ട് തന്നെ ഇതിന് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ബീച്ചസ്, പ്രൈവറ്റ് ബീച്ചുകൾ പോലെയുള്ള ബീച്ചസ് ഒക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് വരുന്ന ദിവസങ്ങളിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് എല്ലായിടത്തും പോകണം. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാ ഐലൻഡും കവർ ചെയ്ത് ഇത് എങ്ങനെ നമുക്കൊരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തായ്ലൻഡിനും മലേഷ്യയ്ക്കും ശേഷം മലയാളികൾ അവധിക്കാലം ചെലവിടാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ലൊക്കേഷനാണോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയോടുകൂടി മനസ്സിലാക്കാൻ പറ്റും. എക്സ്പീരിയൻസ്, നല്ല പച്ചപ്പ്, ഒരു സൈഡിൽ പച്ചപ്പ്, അതൊരു ഭയങ്കര ലാൻഡിങ്ങിന് പോയി. എന്നാലും ഒരു സൈഡിലൊരു പച്ചപ്പ്, കുറേ കല്ല് കൂട്ടങ്ങൾ, അങ്ങനെ കൂടി നല്ലൊരു സീനിക് ആയിട്ടുള്ള ഒരു നല്ല റീഫ്രഷിംഗ് ആയിട്ടൊരു മെമ്മറിയാണ് നമുക്ക് വന്നിറങ്ങുമ്പോഴേ തരുന്നത്. ഇവിടെ ഫോർകാസ്റ്റ് ചെയ്യുന്ന ഇച്ചിരി ക്ലൗഡി ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അതാണ്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ നീല സ്കൈയും കൂടെ കിട്ടേണ്ടതാണ്. അതുപോലെ നമ്മൾ മലയാളികൾ ഗൾഫ് റീജിയനിൽ നിന്നൊക്കെ ഒത്തിരി പേര് ഇപ്പം സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ, അസർബൈജാൻ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഈ സീഷൽസ്. വേറെ ഒന്നും കൊണ്ടല്ല, നല്ല നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഉണ്ട്. ഖത്തർ എയർവേസ്, എമിറേറ്റ്സ്, എത്തിഹാദ്, അതുകൂടാതെ എത്യോപ്യൻ എയർലൈൻസ്, പിന്നെ സീഷൽസിന് തന്നെ ഈവൻ കൊച്ചിയിൽ നിന്നും തമിഴ്നാടിൻ്റെ പല എയർപോർട്ടുകളിൽ നിന്നും സീഷൽസിന് തന്നെ സർവീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ മലയാളികൾക്ക് ഒരു ഐഡിയൽ ലൊക്കേഷനാണ് ഇത്. ഇതിനാണ് ഞങ്ങളിങ്ങനെ ലാൻഡ് ചെയ്തു. അപ്പോൾ അവിടെ ഖത്തർ എയർവേസ് കിടക്കുന്നുണ്ട്. പിന്നെ തുടർന്നുള്ള സീഷൽസിൻ്റെ എക്സൈറ്റിംഗ് വീഡിയോയ്ക്ക് കാത്തിരിക്കുക.
അങ്ങനെ ഞങ്ങൾ നിലം തൊട്ടിരിക്കുകയാണ്. എയർലൈൻസുകാർ വെൽക്കം ടു സീഷൽസ് എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ ഞങ്ങളും പറയുന്നു Welcome to Seychelles. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഞാനും മേരിയനും ഒന്നിച്ചുള്ള സീഷൽസിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡ് കാണാം. അതുവരെ ബൈ ഫ്രം ബിയോണ്ട് ബോർഡേഴ്സ്. താങ്ക് യു.